ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ പുതിയൊരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സും. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. മാച്ച് ദി ഫോളോവിങ് ലിസ്റ്റ്. ഫസ്റ്റ് എ LMS, ബി റുസ, സി ഇവാലുവേഷൻ, ഡി കൗൺസിലിംഗ്. ലിസ്റ്റ് സെക്കൻഡ് 1 റേറ്റിംഗ് സ്കെയിൽ, 2 എക്ലക്റ്റിക്, 3 ഹയർ എഡ്യൂക്കേഷൻ, ഡി മോഡൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. A4, B3, C1, D2. LMS, മോഡൽ, റുസ, ഹയർ എഡ്യൂക്കേഷൻ, ഇവാലുവേഷൻ, റേറ്റിംഗ് സ്കെയിൽ, കൗൺസിലിംഗ്, എക്ലക്റ്റിക്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. മോഡൽ എന്താണെന്ന് നോക്കാം. മോഡൽ ഈസ് എ ഫ്രീ ഓപ്പൺ സോഴ്സ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓർ LMS that allows educators to create, manage and track online learning. ഓൺലൈൻ പഠനം സൃഷ്ടിക്കാനും നിയന്ത്രിക്കാനും ട്രാക്ക് ചെയ്യാനും അധ്യാപകരെ അനുവദിക്കുന്ന ഒരു സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ് മോഡൽ. ഫീച്ചേഴ്സ് ഓഫ് മോഡൽ. മോഡൽ ഓഫേഴ്സ് എ വെറൈറ്റി ഓഫ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് automated email and mobile alerts, integration with video conferencing, students information systems and plagiarism detection, secure and scalable privacy and security features, shareable badges to recognize and reward learners, forums, wikis, chat functionality and groups for collaboration. മോഡലിൻ്റെ പ്രധാന ഫീച്ചേഴ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമേറ്റഡ് ഇമെയിൽ ആൻഡ് മൊബൈൽ അലേർട്ട്സ്, ഓട്ടോമേറ്റഡ് ഇമെയിൽ, മൊബൈൽ അലേർട്ടുകൾ, ഇൻ്റഗ്രേഷൻ വിത്ത് വീഡിയോ കോൺഫറൻസിംഗ്, സ്റ്റുഡൻസ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് പ്ലാഗറിസം ഡിറ്റക്ഷൻ, വീഡിയോ കോൺഫറൻസിംഗ്, വിദ്യാർത്ഥി വിവര സംവിധാനങ്ങൾ, കോപ്പിയടി കണ്ടെത്തൽ എന്നിവയുമായുള്ള സംയോജനം, സെക്യൂർ ആൻഡ് സ്കാലബിൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സും, സുരക്ഷിതവും അളക്കാവുന്നതുമായ സ്വകാര്യതയും സുരക്ഷാ ഫീച്ചറുകളും, ഷെയറബിൾ ബാഡ്ജസ് ടു റെക്കഗ്നൈസ് ആൻഡ് റിവാർഡ് ലേണേഴ്സും, പഠിതാക്കളെ തിരിച്ചറിയാനും പ്രതിഫലം നൽകാനും പങ്കിടാവുന്ന ബാഡ്ജുകൾ, ഫോറംസ്, വിക്കീസ്, ചാറ്റ് ഫങ്ഷണാലിറ്റി ആൻഡ് ഗ്രൂപ്പ്സ് ഫോർ കൊളാബറേഷൻ. ഫോറങ്ങൾ, വിക്കികൾ, ചാറ്റ് പ്രവർത്തനക്ഷമതയും സഹകരണത്തിനുള്ള ഗ്രൂപ്പുകളും. Uses. Model can be used for a variety of purposes including K-12 classrooms, higher education, vocational training, massive open online courses or MOOCs, workplace training, onboarding and compliance management. Accessibility of model or പ്രവേശനക്ഷമത. Model is designed to be flexible, secure and customizable. It also uses learning tools, interoperability or LTI to integrate with other learning applications. മോഡിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വഴക്കമുള്ളതും അഥവാ ഫ്ലെക്സിബിളും സുരക്ഷിതവും ഇഷ്ടാനുസൃതവുമാക്കാവുന്നതുമാണ്. മറ്റ് പഠന ആപ്ലിക്കേഷനുകളുമായി സംയോജിപ്പിക്കാൻ ഇത് ലേണിംഗ് ടൂൾസ് ഇന്ററോപ്പറബിലിറ്റി അഥവാ LTI ഉപയോഗിക്കുന്നു. Moodle was founded by Martin Dogiamas with the goal of creating an online learning solution that is accessible and provides a quality education for all. എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്നതും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതുമായ ഒരു ഓൺലൈൻ പഠന പരിഹാരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാർട്ടിൻ ഡോഗ്യാമസ് ആണ് മോഡിൽ സ്ഥാപിച്ചത്. മോഡിലിൻ്റെ സ്ഥാപകൻ മാർട്ടിൻ ഡോഗ്യാമസ്. Next, MOOC. MOOC stands for Massive Open Online Course, which is a model for delivering online learning content to anyone who wants to take a course. MOOCs are designed to accommodate a large number of learners and are different from typical university classrooms or online courses in this way. MOOCിൻ്റെ ഫുൾ ഫോം മിക്ക ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുണ്ട്. MOOC stands for Massive Open Online Course, which is a model for delivering online learning content to anyone who wants to take a course. ഇത് ഒരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഓൺലൈൻ ലേണിംഗ് കണ്ടന്റ് എത്തിക്കുന്നതിനുള്ള ഒരു മാതൃകയാണ്.
മൂക്കുകൾ ധാരാളം പഠിതാക്കളെ ഉൾക്കൊള്ളാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. മാത്രമല്ല സാധാരണ യൂണിവേഴ്സിറ്റി ക്ലാസ് റൂമുകളിൽ നിന്നോ ഓൺലൈൻ കോഴ്സുകളിൽ നിന്നോ ഈ രീതിയിൽ വ്യത്യസ്തമാണ്. നെക്സ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ. A rating scale in education is a tool that helps teachers evaluate a student's performance, attitudes, and behaviors. It's a standardized way to collect data on a student's understanding of a subject, motivation, or interest. ഒരു വിദ്യാർത്ഥിയുടെ പ്രകടനം, മനോഭാവം, പെരുമാറ്റം എന്നിവ വിലയിരുത്താൻ അധ്യാപകരെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വിദ്യാഭ്യാസത്തിലെ ഈ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡൈസ്ഡ് വേ ടു കളക്ട് ഡേറ്റ ഓൺ എ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എ സബ്ജക്റ്റ്, മോട്ടിവേഷൻ ഓർ ഇൻട്രസ്റ്റ്. ഒരു വിഷയം, പ്രചോദനം അല്ലെങ്കിൽ താൽപ്പര്യം എന്നിവയെക്കുറിച്ചുള്ള വിദ്യാർത്ഥിയുടെ ഗ്രാഹ്യത്തെക്കുറിച്ചുള്ള ഡാറ്റ ശേഖരിക്കുന്നതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് മാർഗമാണ് ഈ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. Evaluation. Evaluation in education is the process of gathering, analyzing, and interpreting data to assess a student's learning, performance, and progress. The goal of evaluation is to improve teaching practices, support students' academic successes, and inform decision making. ഇവാലുവേഷൻ എന്താണെന്ന് നോക്കാം. ഇവാലുവേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഗ്യാതറിംഗ്, അനലൈസിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഡേറ്റ ടു അസസ് എ സ്റ്റുഡൻസ് ലേണിംഗ്, പെർഫോമൻസ് ആൻഡ് പ്രോഗ്രസ്. ഒരു വിദ്യാർത്ഥിയുടെ പഠനം, പ്രകടനം, പുരോഗതി എന്നിവ വിലയിരുത്തുന്നതിന് ഡേറ്റ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസത്തിലെ മൂല്യനിർണ്ണയം അഥവാ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. The goal of evaluation is to improve teaching practices, support students' academic success, and inform decision making. അധ്യാപന രീതികൾ മെച്ചപ്പെടുത്തുക, വിദ്യാർത്ഥികളുടെ അക്കാദമിക് വിജയത്തെ പിന്തുണയ്ക്കുക, തീരുമാനമെടുക്കൽ അറിയിക്കുക എന്നിവയാണ് മൂല്യനിർണ്ണയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. Evaluation is an important part of the educational process because it helps teachers understand how students learn and adjust their teaching practices accordingly. Evaluation methods can include tests, quizzes, essays, projects, and observations. മൂല്യനിർണ്ണയം വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഒരു പ്രധാന ഭാഗമാണ്. കാരണം വിദ്യാർത്ഥികൾ എങ്ങനെ പഠിക്കുന്നുവെന്നും അതനുസരിച്ച് അവരുടെ അധ്യാപന രീതികൾ ക്രമീകരിക്കാനും ഇത് അധ്യാപകരെ സഹായിക്കുന്നു. ടെസ്റ്റുകൾ, ക്വിസുകൾ, ഉപന്യാസങ്ങൾ, പദ്ധതികൾ, നിരീക്ഷണങ്ങൾ എന്നിവയെല്ലാം ഇവാലുവേഷൻ മെത്തേഡ്സ് ആണ്. There are 3 main types of evaluation: formative evaluation, summative evaluation, diagnostic evaluation. Formative evaluation monitors student learning during instruction to provide feedback. Summative evaluation given at the end of a course to determine if learning objectives were met and assign grades. Diagnostic evaluation given before instruction to identify student strengths and weaknesses. ഒരു കോഴ്സിൻ്റെ അവസാന ടൈമിൽ കൊടുക്കുന്നതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. എന്നാൽ കുട്ടികളുടെ സ്ട്രെങ്സും വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് നൽകുന്ന ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. Evaluation is different from assessment, which is used to diagnose learning gaps and progress. Evaluation is more judgmental, emphasizing the quality of outcomes. Next, RUSA. RUSA stands for Rashtriya Uchchadar Shiksha Abhiyan, which is a centrally sponsored scheme that provides funding to state higher education institutions in India. The scheme was launched in 2013 by the Ministry of Human Resource Development or MHRD. റുസ അല്ലെങ്കിൽ രാഷ്ട്രീയ ഉച്ചത ശിക്ഷ അഭിയാൻ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തന്ത്രപരമായ ധനസഹായം നൽകുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 2013 മാനവ വിഭവശേഷി വികസന മന്ത്രാലയമാണ് പദ്ധതി ആരംഭിച്ചത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.